കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കുവാനായി സ്വന്തം സഹോദരനോടും അച്ഛനോടുമൊപ്പം എത്തിയ കേവലം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മൊണാലിസ. വിദ്യാഭ്യാസം ചെയ്യേണ്ട പ്രായത്തിൽ ബാലവേല ചെയ്യേണ്ടി വന്ന പെൺകുട്ടി. എന്നാൽ ആ പെൺകുട്ടിക്ക് മാല വിൽപ്പന നിർത്തി തിരിച്ച് തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ് വസ്തുത. ഈ കുട്ടിയുടെ പിന്നാലെ ആളുകൾ കൂടുകയും അത് ക്രമസമാധാന പ്രശ്നമാക്കുകയും ചെയ്തതോടുകൂടിയാണ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ കുംഭമേള സ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് അയക്കാൻ പിതാവ് നിർബന്ധിതനായത്. കുംഭമേളയിൽ വൈറലായി രുദ്രാക്ഷം വിൽക്കുന്ന അതീവ സുന്ദരിയായ വജ്രങ്ങളോട് കൂടിയ കണ്ണുകളുള്ള 16 വയസ്സുള്ള നീല കണ്ണുകളുള്ള വൈറൽ പെൺകുട്ടി ഇനി മോഡൽ, സിനിമ, TV രംഗത്തേക്ക്. പ്രയാഗ്രാജ് കുംഭമേളയിൽ മാല വിറ്റ് നടന്ന 16 വയസ്സുള്ള മൊണാലിസ എന്ന പെൺകുട്ടിയുടെ വൈരക്കണ്ണുകളും മുഖകാന്തിയും മൂലം ശരവേഗത്തിലാണ് അവൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. നിരവധി വ്ളോഗർമാരും യൂട്യൂബർമാരും അത് മുതലെടുത്ത് നന്നായി പണം കൊയ്യുകയും ചെയ്തു. ആളുകൾ സെൽഫിക്കും ഫോട്ടോയ്ക്കും ഇൻ്റർവ്യൂവിനുമായി അവൾക്ക് ചുറ്റും കൂടിയതോടെ പിതാവ് അവളെ സ്വദേശമായ ഇൻഡോറിലേക്ക് അയച്ചു. ഈ സംഭവങ്ങൾ നമ്മുടെ പല മാധ്യമങ്ങളും പൊടിപ്പും തൊങ്ങലും മസാലയും അതിശക്തിയും ചേർത്താണ് ദിവസവും വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൾ ഇത്ര ആകർഷകയാണെന്ന ബോധം ഒടുവിൽ കുടുംബത്തിന് ഉണ്ടാവുകയും അവർ ആ വഴിയിൽ അവളുടെ ഭാവി രൂപപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇൻഡോറിലെ ഒരു ബ്യൂട്ടി പാർലർ മൊണാലിസ മേക്കപ്പ് അണിഞ്ഞു പുതിയ ലുക്കിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൾ താമസിയാതെ TV സീരിയലിലോ OTT പ്ലാറ്റ്ഫോമിലോ സിനിമയിൽ തന്നെയോ പ്രത്യക്ഷപ്പെടുമെന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവളുടെ കുടുംബം വിവരങ്ങളൊന്നും തൽക്കാലം പുറത്തുവിട്ടിട്ടില്ല. തനിക്ക് അഭിനേത്രിയാകാൻ താല്പര്യമുണ്ടെന്നും അവസരം ലഭിച്ചാൽ ഐശ്വര്യ റായിയെപ്പോലെ പ്രശസ്തയാകണമെന്നും മൊണാലിസ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഹോളിവുഡ് അഭിനേത്രി ആഞ്ചലിയ ജോളിയുടെ മുഖഭാവത്തോട് സാമ്യമുള്ളതാണ് മൊണാലിസയുടെ മുഖവും കണ്ണുകളുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ബോളിവുഡ് ഡയറക്ടർ സനോജ് മിശ്ര തൻ്റെ അടുത്ത ചിത്രമായ ഡയറി ഓഫ് മണിപ്പൂരിൽ മൊണാലിസയ്ക്ക് റോൾ നൽകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉടൻ അദ്ദേഹം മൊണാലിസയുമായി ബന്ധപ്പെടുമെന്നും അറിയിച്ചു. മൊണാലിസയും കുടുംബവും മധ്യപ്രദേശിലെ ബർഗോൺ ജില്ലയിൽ നർമ്മദാ നദിയുടെ തീരത്തുള്ള മഹേശ്വര ഗ്രാമത്തിലെ 9ാമത്തെ വാർഡിലാണ് താമസിക്കുന്നത്. രാജസ്ഥാനിലെ നാടോടി വിഭാഗത്തിൽപ്പെട്ട പാർദി പിന്നോക്ക സമുദായത്തിലുള്ള ഇവർ ഉത്തരേന്ത്യയിലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് അധിവസിക്കുന്നത്. വിദ്യാഭ്യാസം ഇവർ അഭ്യസിക്കാറില്ല. പെൺകുട്ടികൾ ഭൂരിഭാഗവും ചെറുപ്രായം മുതൽ ക്ഷേത്രങ്ങളിലും മേളകളിലും രുദ്രാക്ഷം ഉൾപ്പെടെയുള്ള വിവിധ തരം മാലകൾ വിറ്റിട്ടാണ് ഉപജീവനം നടത്തുന്നത്. സ്കൂൾ പോയിട്ടില്ലെങ്കിലും ഇക്കൂട്ടരുടെ ജനറൽ നോളജ് അപാരമാണ്. എന്തായാലും മൊണാലിസയുടെ സിനിമ, സീരിയൽ പ്രവേശത്തോടെ ഈ സമുദായത്തിൻ്റെ പലതരത്തിലുള്ള ജീവചര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നു ഭവിക്കുകയും അവർ മുഖ്യധാരയുമായി യോജിച്ച് നീങ്ങുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അവസാന ചിത്രം മോഡലിങ്ങിനു വേണ്ടി മൊണാലിസ ഇൻഡോറിലെ ഒരു ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്.